എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ചൊന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരു ചിത്രമില്ലേ? അതെ, ഹൗസ് ബോട്ടുകൾ. ഈ ഹൗസ് ബോട്ടുകൾ പെട്ടെന്നൊരു ദിവസം അങ്ങ് അപ്രത്യക്ഷമായാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തില് ഇത്രയധികം പ്രാധാന്യമുള്ള ആലപ്പുഴയുടെ ജീവനാഡിയായ ഈ ഹൗസ് ബോട്ടുകൾ ശരിക്കും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായാൽ എന്തൊക്കെയാവും സംഭവിക്കുക? നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇതത്ര ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ചോദ്യമാണെന്നുള്ളതാണ്. കാരണം ഇത് അങ്ങനെയൊരു നിസാര മാറ്റമൊന്നും ആയിരിക്കില്ല. ആലോചിച്ചു നോക്കിയേ, ആ ഒരു പ്രദേശത്തിന്റെ സമ്പദ്വ്യവസ്ഥ, അവിടുത്തെ സമൂഹം, പരിസ്ഥിതി, ഇതിനെയെല്ലാം ഒരുപോലെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ സംഭവം തന്നെയായിരിക്കും അത്. ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ ഈ ഒരു വാചകം മാത്രം മതി. ഹൗസ് ബോട്ട് ഇല്ലെങ്കിൽ ആലപ്പുഴയുടെ പ്രത്യേകത തന്നെ നഷ്ടമാവും. ശരിയല്ലേ? കിഴക്കിന്റെ വെനീസ് എന്ന് നമ്മൾ ആലപ്പുഴയെ വിളിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഹൗസ് ബോട്ടുകളും കായൽ ജീവിതവുമാണ്. അപ്പോ ആലപ്പുഴയുടെ ആ ഒരു ഐഡന്റിറ്റി തന്നെ ഈ വള്ളങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇതിന്റെ ആദ്യത്തെ പ്രത്യാഘാതം അത് മനുഷ്യർക്ക് സംഭവിക്കുന്ന നഷ്ടം തന്നെയാണ്. അതായത് ഏറ്റവും ഭീകരമായി ഇതിന്റെ ആഘാതം അനുഭവിക്കാൻ പോകുന്നത് ആരാണെന്നോ? ഈ കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവം മനുഷ്യരായിരിക്കും. നമ്മളിവിടെ സംസാരിക്കുന്നത് ചെറിയൊരു കണക്കിനെക്കുറിച്ചല്ല. ഏകദേശം 5000-ലധികം കുടുംബങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, അവരുടെ പ്രധാന വരുമാന മാർഗം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്, അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? അപ്പോ ആർക്കൊക്കെയാണ് ജോലി നഷ്ടപ്പെടുക? നമ്മൾ പെട്ടെന്നോർക്കുക ബോട്ട് ഓടിക്കുന്നവരെയും പാചകക്കാരെയും ഒക്കെയാവും. പക്ഷെ സംഭവം അതിലും എത്രയോ വലുതാണ്. നോക്കൂ, ബോട്ട് ഡ്രൈവർമാർ, ഷെഫുമാർ, ക്ലീനർമാർ, ടൂർ ഓപ്പറേറ്റർമാർ, ഇവരൊക്കെ നേരിട്ടുള്ള ആളുകളാണ്. പക്ഷെ അതിനപ്പുറം ഈ കെട്ടുവള്ളങ്ങൾ ഉണ്ടാക്കുന്ന ആശാരിമാർ, അതിനുവേണ്ട സാധനങ്ങൾ കൊടുക്കുന്നവർ, അറ്റകുറ്റപ്പണി ചെയ്യുന്നവർ, എന്തിന് ബോട്ടിലെ തുണികൾ അലക്കിക്കൊടുക്കുന്ന ലോണ്ടറി സർവീസുകാർ വരെ, ഒരു വലിയ ശൃംഖല തന്നെയുണ്ടിതിനു പിന്നിൽ. ഇവരുടെ എല്ലാം ജീവിതമാണ് വഴിമുട്ടുന്നത്. ജോലി നഷ്ടപ്പെടുന്നത് ഒരു കാര്യം, പക്ഷെ അതവിടെ തീരുന്നില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ മാനസിക ആഘാതം കൂടിയാണിത്. ഭാവിയെക്കുറിച്ചുള്ള പേടി, ഉത്കണ്ഠ, ഒരുതരം അനിശ്ചിതത്വം, ഇതെല്ലാം ചേർന്ന് ആ സമൂഹത്തിന്റെ മൊത്തം സമാധാനം തന്നെ ഇല്ലാതാക്കും. അപ്പോ ഈ മനുഷ്യരനുഭവിക്കുന്ന ദുരിതം പതിയെ പതിയെ ആ നാടിന്റെ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് നോക്കാം. അടുത്തത് അതാണ്. ഈ ഹൗസ് ബോട്ട് വ്യവസായം എന്ന് പറയുന്നത് ആ നാടിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു എഞ്ചിൻ പോലെയാണ്. നോക്കൂ, ടൂറിസത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വരുമാനം പൂർണ്ണമായും അങ്ങ് നിൽക്കും. പിന്നെ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റ് ബിസിനസ്സുകളുണ്ടല്ലോ, അവർക്ക് വലിയ തിരിച്ചടിയാകും. സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സ് വരുമാനം ഇല്ലാതാകും. മൊത്തത്തിൽ ആളുകളുടെ കയ്യിൽ പണമില്ലാതാകുമ്പോൾ അവിടെ നടക്കുന്ന കച്ചവടങ്ങളെല്ലാം കുറയും. ആ സാമ്പത്തിക ചക്രം തന്നെ നിന്നുപോകും. ഇതിന്റെ തുടർചലനങ്ങൾ ചെറിയ ബിസിനസ്സുകളിലാണ് ശരിക്കും കാണാൻ കഴിയുക. അതായത് ഹൗസ് ബോട്ടുകളിലേക്ക് പച്ചക്കറിയും മീനും ഇറച്ചിയുമൊക്കെ കൊടുക്കുന്ന കച്ചവടക്കാർ, ടൂറിസ്റ്റുകൾക്ക് സാധനങ്ങൾ വിൽക്കുന്ന കരകൗശല കടകൾ, ചെറിയ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ഇവരെയൊക്കെ ഇത് സാരമായി ബാധിക്കും. എന്തിന്, കായലോരത്തെ സ്ഥലങ്ങൾക്ക് പോലും വിലയിടിഞ്ഞേക്കാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു ആലപ്പുഴയുടെ മാത്രം പ്രശ്നമായി ഒതുങ്ങില്ല എന്നതാണ്. ടൂറിസത്തിൽ നിന്നുള്ള നികുതിയായും ലൈസൻസ് ഫീസായും സംസ്ഥാന സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ വരുമാനം കൂടിയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെയും ബാധിക്കും. അപ്പോ പ്രത്യാഘാതങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ സാമ്പത്തിക ആഘാതം മാത്രമല്ല, അത് പിന്നെയും പടരും. പരിസ്ഥിതിയിലേക്കും നമ്മുടെ സംസ്കാരത്തിലേക്കും, എന്തിന്, ലോകത്തിനു മുന്നിലുള്ള ആലപ്പുഴയുടെ പേരിന് വരെ അത് കോട്ടം തട്ടിക്കും. ഇനി പരിസ്ഥിതിയിലുണ്ടാവുന്ന ആഘാതം നോക്കാം. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. 2 വശങ്ങളുണ്ട് ഇതിന്. ഒരു വശത്ത് ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള ഇന്ധനവും മാലിന്യവുമൊക്കെ കുറയുന്നതുകൊണ്ട് കായലിലെ വെള്ളം കുറച്ചുകൂടി ശുദ്ധമായേക്കാം. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ മറുവശത്ത് എന്താ സംഭവിക്കുക? ഈ ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചാണ് പലപ്പോഴും കായൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ ഫണ്ടങ്ങ് ഇല്ലാതാകും. അപ്പൊ പിന്നെ കായൽ വൃത്തിയാക്കാനും സംരക്ഷിക്കാനും ആരുമുണ്ടാകില്ല. കണ്ടില്ലേ, അതാണ് അതിലെ സങ്കീർണത. പണവും ജോലിയും മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നമ്മുടെ സംസ്കാരത്തിനും വലിയൊരു തിരിച്ചടിയാണിത്. ആലപ്പുഴയുടെ തനിമയുടെ ഒരു പ്രധാന ഭാഗം തന്നെ ഇല്ലാതാവുകയാണ്. ഈ കെട്ടുവെള്ള നിർമ്മാണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കലയാണ്. ആ അറിവ് തന്നെ ഒരുപക്ഷെ എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. ലോക ടൂറിസം ഭൂപടത്തിൽ ആലപ്പുഴയ്ക്കുള്ള സ്ഥാനം ഇല്ലാതാകും. ആളുകൾ ഒരുപക്ഷെ വിയറ്റ്നാമിലേക്കോ കാശ്മീരിലേക്കോ ഒക്കെ പോയേക്കാം. അപ്പോ ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധി വന്നാൽ പിന്നെ എന്തു ചെയ്യും? എല്ലാം അവസാനിച്ചോ? അല്ല. ഇനി എന്ത് എന്നുള്ളതിന് ഒരു പുതിയ വഴി കണ്ടെത്തേണ്ടി വരും. ഒരു പുതിയ തുടക്കം. സുസ്ഥിരമായൊരു ഭാവിയിലേക്ക് പോകാൻ ചില വഴികളുണ്ട്. ഒന്നാമതായി ടൂറിസത്തിന് പുതിയ മുഖങ്ങൾ നൽകുക. അതായത് ഹൗസ് ബോട്ട് മാത്രമല്ല,
ചെറിയ കാനു യാത്രകൾ, ഇക്കോ ടൂറിസം, പിന്നെ ആലപ്പുഴയുടെ രുചികളും ചരിത്രവുമൊക്കെ അറിയാനുള്ള യാത്രകൾ, അങ്ങനെ പലതും കൊണ്ടുവരാം. രണ്ടാമതായി, ജോലി നഷ്ടപ്പെട്ട ആളുകളെ വെറുതെ വിടരുത്. അവർക്ക് പുതിയ ടൂറിസം മേഖലകളിൽ നല്ല പരിശീലനം നൽകണം. ഏറ്റവും പ്രധാനമായി, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ടൂറിസം പ്രോത്സാഹിപ്പിക്കുക. ഇലക്ട്രിക് അല്ലെങ്കിൽ സോളാർ ബോട്ടുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോ ഹൗസ് ബോട്ടുകളെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് ഈ ടൂറിസം രംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതിന്റെ എല്ലാം കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്: പ്രകൃതിയെയും സമ്പദ്വ്യവസ്ഥയെയും ഒരുമിച്ച് സംരക്ഷിക്കണം. ഇത് രണ്ടും രണ്ടായി കാണാൻ പറ്റില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഒരു ഭാവി ഉണ്ടാകൂ. അതാണ് ഏറ്റവും വലിയ പാഠം. ഈ വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ സഹായമാകും. അതുകൊണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഹൗസ് ബോട്ടുകളില്ലാത്ത ഒരു ആലപ്പുഴയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ ഹൗസ് ബോട്ടുകൾ അപ്രത്യക്ഷമാകുന്നത് ഒരു വലിയ മുന്നറിയിപ്പായിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് പുതിയൊരു തുടക്കത്തിനുള്ള അവസരം കൂടിയല്ലേ? കൂടുതൽ മെച്ചപ്പെട്ട, പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.